അലർജി ഇമ്മ്യൂണോതെറാപ്പിയുടെ ഞാൻ റീൽ ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ചോദിച്ച ഡൗട്ടാണ് ഈസ് ദർ എനി സൈഡ് എഫക്ട്സ്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. അലർജി ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നാവിൻ്റെ താഴെ ഇടുന്ന മരുന്നുണ്ട്, അതായത് സബ്ലിംഗ്വൽ. ഇഞ്ചക്ഷൻ ഉണ്ട്, അതായത് സബ്ക്യൂട്ടേനിയസ് ഇമ്മ്യൂണോതെറാപ്പി. അപ്പോൾ സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സൈഡ് എഫക്ട്സ് വന്ന ആൾക്കാർ വളരെ റെയറാണ്, വന്ന ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അതിൽ 30 തൊട്ട് 50% വരെ വായിലും തൊണ്ടയിലും ചൊറിച്ചിൽ പോലത്തെയുള്ള സൈഡ് എഫക്റ്റാണ് വരുന്നത്. പിന്നെ 10 തൊട്ട് 20% വരെ നമ്മുടെ ചുണ്ടോ നാവിൽ നീര് വീഴുക. ഇതൊക്കെ സൈഡ് എഫക്ട്സിൽ വരുന്ന ആൾക്കാരിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഈ സൈഡ് എഫക്ട്സ് ആണെങ്കിൽ തന്നെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ആ സൈഡ് എഫക്ട്സ് കാര്യമായിട്ട് നീണ്ടു നിൽക്കുന്നതുമല്ല. അപ്പം സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പിയിൽ വളരെ ഇങ്ങനത്തെ മൈനർ സൈഡ് എഫക്ട്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ റെയറായിട്ട് ലോങ് ടേം സൈഡ് എഫക്റ്റ് ചില ആൾക്കാരിൽ വന്നേക്കുന്നതാണ് ഈസോഫാജൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അന്നനാളത്തിൽ നീര് വരുന്നത്. അത് വളരെ വളരെ റെയർ സൈഡ് എഫക്റ്റാണ്. 0.02 മുതൽ 2% വരെയാണ് ലോങ് ടേം ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഇമ്മ്യൂണോതെറാപ്പി എടുക്കുകയാണെങ്കിൽ, ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ റിയാക്ഷൻസ് വരുന്നത് വളരെ റെയറാണ്. എന്നാലും അതിനൊരു സാധ്യത ഉണ്ടായതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇഞ്ചക്ഷൻ ക്ലിനിക്കിൽ നിന്നോ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റ് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല.